വിഷുക്കണിയിൽ പ്രധാനിയാണ് കണിക്കൊന്ന. നിരത്തിന്റെ വശങ്ങളിലും തൊടികളിലും മഞ്ഞ വസന്തം വിരിച്ച് പൊൻകാഴ്ചയൊരുക്കി പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കൾ. കണിക്കൊന്നയുടെ ഐതിഹ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും ഇടുക്കിയിലെ കണിക്കൊന്ന പൂക്കളുടെ കാഴ്ചകളിലേക്കുമാണ് ഇനി. മേടപ്പുലരിയിൽ പൂവിട്ട് മലയാളികൾക്ക് കണിയൊരുക്കുന്ന കണിക്കൊന്നകൾ. മീനച്ചൂടിൽ പൂവിട്ടിരിക്കുന്ന കേരളത്തിന്റെ പുഷ്പം ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും ആകർഷകമാകുകയാണ്. ഫലമൂലാദികൾക്കൊപ്പം മഞ്ഞ വിരിച്ച കൊന്നപ്പൂവ് കൂടി ഉൾപ്പെടുമ്പോഴാണ് മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാവുക. കണിക്കൊന്നയ്ക്കുമുണ്ട് നിരവധി ഐതിഹ്യങ്ങൾ. അതിലൊന്ന് ഇങ്ങനെയാണ്. ഒരു ഭക്തൻ കണ്ണന് ഒരു സ്വർണമാല സമർപ്പിച്ചു. ആ മാലയുമിട്ട് കണ്ണൻ തന്റെ കൂട്ടുകാരനായ ഉണ്ണിയെ കാണാൻ പോയി. മാല കണ്ടപ്പോൾ അതൊന്ന് ധരിക്കണമെന്ന് കൂട്ടുകാരനായ ഉണ്ണിക്ക് അതിയായ ആഗ്രഹം. കണ്ണൻ സ്നേഹത്തോടെ ആ മാല കൂട്ടുകാരന് സമ്മാനിച്ചു. അടുത്ത ദിവസം നട തുറന്ന പൂജാരി ഞെട്ടി. കണ്ണന്റെ മാല കാണാനില്ല. അതേസമയം തന്നെ കാണാതായ മാലയുമായി കണ്ണന്റെ കൂട്ടുകാരനായ ഉണ്ണിയും മാതാപിതാക്കളും അവിടെ എത്തി. മാല കണ്ണൻ സമ്മാനിച്ചത് എന്ന് ഉണ്ണി പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. ഉണ്ണി മാല മോഷ്ടിച്ചു എന്ന് തന്നെ അവർ വിശ്വസിച്ചു. ഉണ്ണിയെ ശിക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തി. ഈ സമയം മാലയൂരി എറിഞ്ഞുകൊണ്ട് ആ ഉണ്ണി പറഞ്ഞു, നിന്റെ സമ്മാനമാണ് ഇതെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഇന്നു മുതൽ ഞാൻ നിന്റെ കൂട്ടുകാരനല്ല. ഉണ്ണി എറിഞ്ഞ മാല ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലാണ്. ഉടൻ തന്നെ ആ മരത്തിലാകെ സ്വർണവർണ്ണ നിറത്തിൽ മനോഹരമായ പൂക്കൾ നിറഞ്ഞു. ഇതിനു പിന്നാലെ ക്ഷേത്രത്തിൽ നിന്നും ഒരു അശരീരിയും ഉണ്ടായി. ഇവൻ എന്റെ കൂട്ടുകാരനാണ്. ഈ പൂക്കൾ അലങ്കരിച്ച് എന്നെ കണി കണ്ടാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ വിഷുക്കണിയിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. ഇന്ന് പൂങ്കുലകൾ നിറയുന്ന പൂമരമായി മാറിയാണ് കണിക്കൊന്ന വേനലിനെയും വിഷുവിനെയും വരവേൽക്കുന്നത്. ഒരില പോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പുറകിൽ കാണുന്ന ഈ കണിക്കൊന്ന ഒരില പോലും ഇല്ലാത്ത രീതിയിൽ പുഷ്പിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ പിന്നെ മഞ്ഞ വർണ്ണം, സ്വർണ്ണാഭമായ ഈ ഒരു വർണ്ണം, ഇത് ഏവരെയും എത്ര അകലെ നിന്നാലും നമുക്കത് ആകർഷിക്കുന്ന ഒന്നാണ്. സാധാരണ ചെടിയേക്കാളും ഉയരത്തിൽ വലിയ മരങ്ങളായിട്ടാണ് ഇത് വളരുന്നത്. ഒരു 15-20 അടി വരെ ഉയരത്തിൽ ഇത് വളരുന്നതുകൊണ്ട് തന്നെ ഏതൊരു പ്രദേശത്തു നിന്നും ഇതിൻ്റെ ആകർഷണീയത വളരെ വലുതാണ്. നല്ല രീതിയിൽ നോക്കിക്കാണുന്നതിനും അത് നമുക്കൊരു ഹൃദ്യമാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് വളരെ ഹൃദ്യമാണ്. നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ്. മീനത്തിലെ കടുത്ത വേലിനെ അതിജീവിക്കാൻ കണിക്കൊന്നയിൽ ചില രാസമാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇലകളിലെ സുഷിരങ്ങൾ വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കാൻ ഇലകളെ പരമാവധി കൊഴിച്ചും പകരം പൂക്കളെ അണിനിരത്തിയുമാണ് കണിക്കൊന്ന വേനലിനെ സൗമ്യമായി നേരിടുന്നത്. ഇതാണ് ശാസ്ത്രീയ വശം. ഫെബ്രുവരി അവസാന വാരം മുതൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ കണിക്കൊന്നകൾ പൂവിട്ട് തുടങ്ങുന്നു. ഒരു തണൽ മരമോ അലങ്കാര വൃക്ഷമോ എന്നതിലുപരി ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ചെറുവൃക്ഷമാണ് കണിക്കൊന്ന. ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനുള്ള ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദം കണിക്കൊന്നയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനം, ഇടുക്കി.